ഫ്രം എന്ന വെബ് സീരീസിൻ്റെ ഒന്നാമത്തെ സീസൺ ഒന്നാമത്തെ എപ്പിസോഡ്. ഈ കഥ നടക്കുന്നത് അങ്ങ് മിഡിൽ അമേരിക്കയിലാണ്. വൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കാടിനുള്ളിലെ നിഗൂഢതകൾ നിറഞ്ഞ ചെറിയൊരു ഗ്രാമം. വളരെ കുറച്ച് മാത്രം അന്തേവാസികളെ ഇവിടെയുള്ളൂ. ഇവിടെ രണ്ട് രീതിയിലാണ് ജനങ്ങൾ താമസിക്കുന്നത്. അവനവൻ്റെ കുടുംബമായിട്ട് പ്രത്യേകം താമസിക്കണമെങ്കിൽ അവർക്ക് വീടുകളിൽ താമസിക്കാം. ഇതിനെ ടൗൺ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചുമതല ഷെരീഫ് സ്റ്റീവൻസനാണ്. അദ്ദേഹത്തിന് ഒരു ഡെപ്യൂട്ടിയും ഉണ്ട്, കെനി. അതുപോലെ പ്രൈവസി വേണ്ട, ഒന്നിച്ച് താമസിക്കാം എന്നുള്ളവർക്ക് കോളനി ഹൗസിൽ താമസിക്കാം. അതിൻ്റെ ചുമതല ഡോണ എന്ന സ്ത്രീക്കാണ്. പിന്നെ നിഗൂഢതയുടെ കാര്യം പറയാനാണെങ്കിൽ ഈ കാടിനുള്ളിൽ മനുഷ്യരെ കടിച്ച് കീറി കൊല്ലുന്ന തരത്തിലുള്ള മോൺസ്റ്റേഴ്സ് ഉണ്ട്. പകൽ സമയം കുഴപ്പമില്ല, പക്ഷെ സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഇവറ്റകൾ പുറത്തേക്കിറങ്ങും. എന്നിട്ട് വീടിന് പുറത്തുള്ളവരെയൊക്കെ ഉപദ്രവിച്ച് കൊല്ലുകയും ചെയ്യും. ഇത് ടാലിസ്മാൻ എന്നൊരു സംഗതിയാണ്. ഇത് എല്ലാ വീടിൻ്റെയും വാതിലിൻ്റെ അടുത്തായിട്ട് വീടിനുള്ളിൽ തൂക്കിയിടും. ഇത് ഇവരെ ഈ വരുന്ന മോൺസ്റ്റേഴ്സിൽ നിന്ന് രക്ഷിക്കും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. പക്ഷേ വാതിലും ജനലുമൊക്കെ അടച്ചിട്ടുണ്ടായിരിക്കും. ഈ ഗ്രാമത്തിൽ ചില നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ എല്ലാവരും അവരവരുടെ വീടുകളിലെത്തി വാതിലും ജനലും ഒക്കെ ഭദ്രമായിട്ട് അടച്ച് സുരക്ഷിതരായിക്കോണം. കുട്ടികളുള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് മാതാപിതാക്കളുടെ ചുമതലയാണ്, പ്രത്യേകിച്ച് അച്ഛൻ്റെ. ഇതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച വരുത്തുന്നവർക്ക് ശിക്ഷയുണ്ട്. ഈ ബോക്സ് എന്ന സംഗതിക്കുള്ളിൽ ഒരു രാത്രി അവർ കഴിയേണ്ടി വരും. ഈ ബോക്സിൽ ടാലിസ്മാൻ ഉണ്ടായിരിക്കുകയില്ല. ഈ ഗ്രാമത്തിൽ പൊതുവായിട്ട് ഒരു ഡൈനറുണ്ട്, എല്ലാവർക്കും അവിടെ പോയി ഭക്ഷണം കഴിക്കാം. അതേപോലെ ഒരു ബാറുണ്ട്, ഒരു ക്ലിനിക്കും ഉണ്ട്. ഇപ്പോൾ സന്ധ്യയായി എന്നറിയിക്കുന്ന മണി മുഴക്കിക്കൊണ്ട് ഷെരീഫ് സ്റ്റീവൻസ് ഗ്രാമത്തിലാകെ നടക്കുകയാണ്. ഈ ബെല്ല് കേൾക്കുമ്പോൾ പുറത്തുള്ളവരെല്ലാം ഉറപ്പായിട്ടും അവനവൻ്റെ വീടിനുള്ളിലേക്ക് പോയി സുരക്ഷിതരായിക്കോണം. അതാണ് നിയമം. മുറ്റത്തിരുന്ന് കളിക്കുന്ന മേഗൻ എന്ന ചെറിയ പെൺകുട്ടി, അവളുടെ അമ്മ ലൊറൈൻ ഈ ബെല്ല് കേട്ടിട്ട് വാ മോളെ അകത്തേക്ക് എന്ന് വിളിക്കുന്നു. അമ്മ 5 മിനിറ്റ് കഴിഞ്ഞ് വരാം എന്ന് കുട്ടി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഷെരീഫ് നോ മേഗൻ വീടിനുള്ളിലേക്ക് പോ എന്ന് പറയുന്നു. അങ്ങനെ കുട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. ഡെപ്യൂട്ടി കെനിയുടെ അമ്മ ഡൈനറിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛന് പ്രായമായി മറവി രോഗമുണ്ട്. അപ്പോൾ അദ്ദേഹം ഡോക്ടർ ക്രിസ്റ്റിയുടെ ട്രീറ്റ്മെൻറ്റിൽ ക്ലിനിക്കിലാണ് ഉള്ളത്. ഇദ്ദേഹത്തിന് ചെസ്സ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കെനിയും അച്ഛൻ്റെ കൂടെ ക്ലിനിക്കിലുണ്ട്. ഈ ഡോക്ടർ ക്രിസ്റ്റിയും കെനിയും തമ്മിൽ ചെറിയ ഇഷ്ടത്തിലാണ്. ഷെരീഫ് സ്റ്റീവൻസ് താമസിക്കുന്നത് പോസ്റ്റ് ഓഫീസിലാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, എല്ലിസ്. അയാൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയില്ല. അയാൾ താമസിക്കുന്നത് കോളനി ഹൗസിലാണ്. അപ്പോൾ സന്ധ്യയായി ഇവരൊക്കെ പുറത്താണോ അതോ അകത്ത് കയറിയോ എന്ന് ബൈനോക്കുലറിലൂടെ കോളനി ഹൗസിലേക്ക് നോക്കുവാണ് നമ്മുടെ ഷെരീഫ്. അപ്പോൾ അവരൊക്കെ ഉള്ളിലേക്ക് കയറുന്നത് കണ്ട് ആശ്വാസത്തോടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് ഡെപ്യൂട്ടി കെനി. എന്നാൽ പിന്നെ നാളെ കാണാം എന്ന് പറഞ്ഞ് കെനി തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഗ്രാമവാസികളൊക്കെ സേഫാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഷെരീഫ് സ്റ്റീവൻസ് തൻ്റെ താമസ സ്ഥലത്തേക്ക് വരുവാണ്. അപ്പോൾ ആ വാതിലിൻ്റെ അടുത്തായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത 96-ാം രാത്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വീടിനുള്ളിലേക്ക് പോകുന്നു. നേരത്തെ പറഞ്ഞില്ലേ മേഗനും ലൊറൈനും, ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ടോമിൻ്റെ അണ്ടറിലുള്ള ആ ബാറിൽ കുടിച്ച് ഫിറ്റായി ബോധം കെട്ട് അവിടെ കിടക്കുകയാണ്. ടോം പറയുന്നുണ്ട് എഴുന്നേറ്റ് വീട്ടിൽ പോകുന്നു. ഇയാൾക്ക് ഒരു രക്ഷയില്ല, അത്രയ്ക്കും വയ്യാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ടോം പറയുന്നു നിൻ്റെ ഭാര്യ ലൊറൈൻ നിന്നെ കൊല്ലും, അവിടെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ ബാറൊക്കെ അടച്ചു പൂട്ടുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ വാതിലിൽ അച്ഛനെ കാത്ത് നിൽക്കുകയാണ് മേഗനും അവളുടെ അമ്മ ലൊറൈനും. കണ്ടില്ലല്ലോ ഡാഡിയെ, നേരത്തെ വരാമെന്ന് പറഞ്ഞതല്ലേ, സാരമില്ല നീ പോയി പ്രാർത്ഥിക്ക്, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞ് മേഗനെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു ലൊറൈൻ. അവിടെ ചെന്ന് കൊച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കിടക്കാനിട്ട് തുടങ്ങുമ്പോഴേക്കും വിൻഡോയുടെ അവിടെ നിന്ന് ഒരു വിളി കേൾക്കുന്നു, മേഗൻ ഉടനെ ഇവൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗ്രാൻഡ്മ ആണ്, വന്ന് വിൻഡോ തുറക്കാൻ. അപ്പോൾ കുട്ടി പറയാണ് ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പാടില്ലല്ലോ, നിയമം അങ്ങനെയല്ലേ. സാരമില്ല ഞാൻ ആരോടും പറയില്ല, നീ ഇങ്ങ് വാ, നമ്മളെ രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന് പറയുന്നു. കുട്ടി വിൻഡോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കേർട്ടൻ മാറ്റി നോക്കുമ്പം ഒരമ്മൂമ്മ വിൻഡോയുടെ പുറത്തായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് വാതിലൊക്കെ അടച്ച് ഭദ്രമാക്കിയിട്ട് മുകളിലേക്ക് കയറി വരികയാണ് ലൊറൈൻ. അപ്പോൾ അവളത് കുഞ്ഞ് വിൻഡോയുടെ അടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. മോളെ അടങ്ങിയിരിക്കും, ഒന്നും ചെയ്യല്ലെന്ന് പറയുമ്പോൾ ഈ ഗ്രാൻഡ്മ പറയുകയാണ് ഞാനിവിടെ പുറത്ത് ഒറ്റയ്ക്കാണ്, ഭയങ്കര ഏകാന്തതയാണ്, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന്. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് ശരി വന്നോളൂ, പക്ഷെ നിങ്ങളെൻ്റെ ഗ്രാൻഡ്മ അല്ലല്ലോ എന്ന് പറയുമ്പം ലൊറൈൻ പറയുന്നുണ്ട് നോക്ക് തുറക്കല്ലേ മോളെ, അത് നിൻ്റെ ഗ്രാൻഡ്മ അല്ല. പക്ഷെ കുട്ടി കേട്ടില്ല. അവൾ ആ വിൻഡോ തുറന്നു. ഈ ഭീകരജീവി അകത്തേക്ക് വന്നു ഈ അമ്മയും കുഞ്ഞിനെയും കൊന്നുകളഞ്ഞു. പിറ്റേന്ന് കാലത്ത് ഇതൊന്നും അറിയാതെ ഈ കൊച്ചിൻ്റെ അച്ഛൻ ഫ്രാങ്ക് ആ ബാറിൽ നിന്നും
കുടിച്ച മദ്യത്തിൻ്റെ കെട്ട് വിട്ടതിന് ശേഷം പതുക്കെ തൻ്റെ വീട്ടിലേക്ക് വരുവാണ്. വീടിൻ്റെ അടുത്തെത്തുമ്പം മുമ്പിൽ കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നു. ഇതെന്താ രാവിലെ എല്ലാവരും എൻ്റെ വീടിൻ്റെ മുമ്പിൽ എന്ന് ചോദിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അയാളുടെ അടുത്തേക്ക് വീടിനുള്ളിൽ നിന്നും ദേഷ്യം കൊണ്ട് ഇരച്ച് വരുവാണ് നമ്മുടെ ഷെരീഫ് സ്റ്റീവൻസ്. നീ ഒരു അച്ഛനാണോ? ഒരു കുട്ടിയുണ്ടോ? നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ? ആ വിൻഡോ കണ്ടോ? നീ അത് ആണിയിടിച്ച് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞു കുറേ വഴക്ക് പറഞ്ഞ് അയാളെ പൊതിരെ തല്ലുന്നുണ്ട്. അതിനെ പിടിച്ച് വലിച്ച് വീടിനുള്ളിലേക്ക് പോയിട്ട് നിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് പറ്റിയേക്കുന്ന കണ്ടോ എന്നും പറഞ്ഞു മരിച്ചു കിടക്കുന്ന അയാളുടെ ഭാര്യയും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്. സങ്കടം സഹിക്കാൻ വയ്യാതെ അയാൾ ഭയങ്കരമായിട്ട് അലറിക്കരയുന്നുണ്ട്. ഇവനെ ലോക്കപ്പിലാക്ക് എന്ന് ഡെപ്യൂട്ടി കെനിയോട് പറഞ്ഞിട്ട് ഷെരീഫ് സ്റ്റീവൻസൺ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ വാതിലിൽ കിടന്നിട്ട് ആ വീട്ടിലെ ടാലിസ്മാൻ അയാൾക്ക് കിട്ടുവാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ ആലോചിച്ച് നിന്നിട്ട് അയാൾ അത് പോക്കറ്റിലേക്ക് വെക്കുന്നു. അങ്ങോട്ട് വരുന്ന ഫാദർ കാത്രി അദ്ദേഹത്തിനോട് പറയുകയാണ് ഫ്യൂണറിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഷെരീഫ് സ്റ്റീവൻസൺ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. റീക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വെഹിക്കിൾ കാണിക്കുകയാണ്. എഞ്ചിനീയറായ ജിം, അദ്ദേഹത്തിൻ്റെ ഭാര്യ തബീത്ത, മകൾ ജൂലി, മകൻ ഈത്തൻ എന്നുള്ളവരാണ് ഈ വണ്ടിക്കുള്ളിലുള്ളത്. ഒരു വീടിനുള്ളിലെ സകല സെറ്റപ്പും ഈ വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജൂലി തൻ്റെ അനിയനെ ഓരോ കഥകൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അവളുടെ ഫിംഗറിൽ 2 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് പറയുകയാണ് മോൺസ്റ്റേഴ്സ് വന്ന് നോർമനെ കൊന്നു കളഞ്ഞു എന്ന്. ഈ നോർമൻ നമ്മുടെ ഈതൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ അതും പറഞ്ഞ് അവൻ കരയാണ്, അമ്മേ ഈ ജൂലി നോർമനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ജൂലിയെ വഴക്ക് പറഞ്ഞിട്ട് കൊച്ചിനെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. പേടിക്കണ്ട, ഈ മോൺസ്റ്റേഴ്സ് ഒന്നും ഇല്ല, അത് വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ്. അങ്ങനെ കൊച്ചിന് സന്തോഷമായി. ഈ ജൂലിക്ക് തൻ്റെ പാരൻസിനോട് ചെറിയ എന്തോ വിരോധം ഉള്ളതുപോലെയാണ് നമുക്ക് ആ പെരുമാറ്റത്തിൽ തോന്നുന്നത്. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ വണ്ടിക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു തടസ്സം പോലെ വലിയൊരു മരം മറിഞ്ഞ് റോഡിന് കുറുകെ കിടക്കുകയാണ്. അങ്ങനെ ഇവർ വണ്ടി നിർത്തി പുറത്തിറങ്ങും. ഇതെന്താ ഇത്? ഉടനെ ജിം പറയുകയാണ്, കൊടുങ്കാറ്റിൽ വല്ല മരം വീണതായിരിക്കും. അതെന്താ ഈ മരത്തിന് മാത്രമേ കൊടുങ്കാറ്റുള്ളോ എന്നവൾ സംശയിക്കുന്നു. പെട്ടെന്ന് ഇവർ ശ്രദ്ധിക്കുകയാണ്, ഒരു കാക്ക വന്ന് മരക്കൊമ്പിലിരിക്കുന്നു. അവരത് നോക്കുമ്പോഴേക്കും പറയുന്നതിന് മുമ്പ് നിറയെ കാക്കകൾ ആകാശത്തിങ്ങനെ പറക്കുവാണ്. കണ്ടാൽ ശരിക്കും ആർക്കും പേടി തോന്നുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. ഈ കുട്ടി ഭയക്കുന്നുണ്ട്, അയ്യോ എന്താ ഇത്? ഉടനെ അമ്മ പറയുകയാണ് നമുക്ക് ഇവിടുന്ന് പോകാം. അങ്ങനെ ഇവരെല്ലാവരും പെട്ടെന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ അച്ഛൻ പറയുകയാണ് 1 മൈൽ പുറകിലായിട്ട് ഒരു വഴി ഉണ്ടായിരുന്നു, ചിലപ്പം അതായിരിക്കും ടൗണിലേക്കുള്ള വഴി, നമുക്ക് ആ വഴി എടുത്ത് പോകാം എന്ന് പറഞ്ഞ് ഇവർ വണ്ടി പോയി ആ വഴി എടുത്ത് പോകുന്നുണ്ട്. ഷെരീഫ് സ്റ്റീവൻസ് കോളനി ഹൗസിലേക്ക് വരുവാണ്. അവിടുത്തെ ഇൻചാർജായ ഡോണയെ കണ്ട് പറയുകയാണ് എനിക്ക് എൻ്റെ മകൻ എലിസിനെ ഒന്ന് കാണണം. അങ്ങനെ ഡോണ അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതേ സമയത്ത് മകൻ എലിസ് ഫാത്തിമ എന്ന തൻ്റെ ഫ്രണ്ടിൻ്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഷെരീഫ് സ്റ്റീവൻസിനെ കണ്ട ഫാത്തിമ പുറത്തേക്ക് ഇറങ്ങി അവർക്ക് ഒരു പ്രൈവസി കൊടുത്തിട്ട് മാറി നിൽക്കുന്നു. അപ്പോൾ സ്റ്റീവൻസ് പറയുകയാണ് ലൊറൈനും മകൾ മേഗനും മരിച്ചു, അവരുടെ ഫ്യൂണറലാണ്, നീ അതിന് ആ സർവീസിന് വരണമെന്ന്. അപ്പോൾ അവൻ എനിക്ക് തിരക്കാണ് എന്ന് പറഞ്ഞ് അയാളെ ഒഴിവാക്കുന്നു. ആർവി കാണിക്കുകയാണ് തൻ്റെ ഫോൺ നോക്കിക്കിടക്കുന്ന ജൂലി, പക്ഷേ അതിന് റേഞ്ച് കിട്ടുന്നില്ല. അതിൻ്റെ അനിഷ്ടം അവൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മകൻ ചോദിക്കുകയാണ് ഡാഡി ആ കാക്കകൾ എന്നാലും എന്താ അങ്ങനെ കാണിച്ചതെന്ന്. അറിയത്തില്ല മോനെ എന്ന് അയാൾ പറയുന്നുണ്ട്. ഇപ്പോൾ അമ്മ തബീത്ത ചോദിക്കുകയാണ് നമുക്ക് ശരിക്കും വഴി തെറ്റിയോ? ഇത് ഹൈവേയിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നില്ല. സയൻസ് ഒന്നും എനിക്ക് മിസ്സായിട്ടില്ല. ഇല്ലെന്നേ, നമുക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഇവർ പെട്ടെന്ന് ആ ഗ്രാമത്തിലേക്ക് കയറുകയാണ്. വീടിൻ്റെ വാതിലിരിക്കുന്ന സാറ അവരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇവർ അത്ഭുതപ്പെട്ടു പോകുന്നു. അവിടെ കാണുന്ന ഒരു വണ്ടികൾക്കും ടയറിന് കാറ്റില്ല, അതായത് പഞ്ചറായി കിടക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ ഫ്യൂണറൽ നടക്കുകയാണ്. ഗ്രാമവാസികളെല്ലാവരും മിക്കവാറും എല്ലാവരും അവിടെ തന്നെയുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഷെരീഫ് പറയുകയാണ് ജനങ്ങളോട് നിങ്ങളാരും അവരോട് സംസാരിക്കാൻ നിൽക്കേണ്ട, ഞാനും കെനിയും നോക്കിക്കോളാം എന്ന്. വണ്ടി നിറങ്ങുന്ന ജിം ഇങ്ങോട്ട് വന്ന് ഓരോരുത്തരോടും ചോദിക്കുകയാണ് ഹൈവേയിലേക്കുള്ള വഴി. അവർ കേൾക്കാൻ പോലും നിൽക്കുന്നില്ല, അവരങ്ങ് പോവാണ്. അങ്ങനെ 1-2 പേര് പോയപ്പോഴേക്കും ഇയാൾക്ക് ആകെ ഒരു വിയേർഡായിട്ട് തോന്നി. അപ്പോഴേക്കും ഷെരീഫ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു എന്തെങ്കിലും സഹായം വേണോ? അതെ, എനിക്ക് വഴി തെറ്റെന്ന് തോന്നുന്നു, ഹൈവേയിലേക്കുള്ള വഴി എങ്ങനെയാണ്? അത് നിങ്ങളുടെ ഫാമിലി കൂടെ ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഷെരീഫ് ഇങ്ങനെ ദയനീയമായിട്ട് അവരെ നോക്കുന്നുണ്ട്. എന്നിട്ട് വഴി പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അതെ വഴി, നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി, വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ആ ഫ്യൂണറിൽ തടസ്സം വരുത്തിയതിന് സോറി പറഞ്ഞിട്ട് തൻ്റെ വണ്ടിയിലേക്ക് പോകുന്നു. തബീത്ത ചോദിക്കുന്നത് എന്താ അവർ പറഞ്ഞത്? ഒന്നുമില്ല, കുറച്ച് മുന്നോട്ട് പോയാൽ മതി, വഴി നിങ്ങൾ കണ്ടോളും എന്ന് അയാൾ പറഞ്ഞു എന്ന്. പക്ഷേ അങ്ങ് വിയേർഡായിട്ട് തോന്നുവാണല്ലോ എന്ന്. അവർ വീണ്ടും വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. കുറച്ച് ദൂരം പോയി കഴിയുമ്പം തബീത്ത ചോദിക്കും എത്ര ദൂരം പോയിട്ടാണ് ഹൈവേയിലേക്കുള്ള വഴിയെന്ന് അവർ പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞില്ല, മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു എന്ന്. ഇപ്പോൾ ജൂലി ഫ്രിഡ്ജ് തുറന്ന്
ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എടുക്കുകയാണ്. എന്നിട്ട് അനിയനെ കഥകൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നമ്മൾ ആ കാക്കകളെ കണ്ടില്ലേ, അതിന് പറയുന്ന പേരാണ് മേർഡർ. അത് ഒരു ഇരയെ നോക്കി നടക്കുവാണ്. നമ്മൾ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഇര. രാത്രി നമ്മുടെ ബെഡ്റൂമിൽ വന്ന് ഷീറ്റിൻ്റെ അടിയിൽ കയറി മുമ്പോട്ട് വന്ന് കണ്ണും മൂക്കും മുഖവും ഒക്കെ കുത്തി പൊട്ടിച്ച് കൊന്നുകളയും എന്ന് പറയുന്നു. അങ്ങനെ ഈ ചെക്കൻ പേടിക്കുവാണ്. ഉടനെ അമ്മ ആ പേടി മാറ്റാൻ വേണ്ടി, വെറുതെ മോനെ, എനിക്ക് തോന്നുന്നത് അത് റേവൻസ് ആണെന്നാണ്. ആ കൂട്ടത്തിന് പറയുന്ന പേരാണ് അൺകൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് മകളെ ഒന്ന് നോക്കുന്നുണ്ട് അവർ. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വണ്ടി വീണ്ടും ആ വില്ലേജിലേക്കാണ് വന്നത്. ഷെടാ, ഇതെന്താ ഇത് എന്നവർ സംശയിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകുന്ന സാറയോട് ചോദിക്കുകയാണ്, അതെ ഹൈവേയിലേക്കുള്ള വഴി. ഉടനെ ഈ പെണ്ണ് വല്ലാണ്ട് ഇവന് തറപ്പിച്ച് നോക്കിയിട്ട് ഒരു പോക്ക്. ഉടനെ തബിത്ത പറയും, സാരമില്ല, നമുക്ക് മുന്നോട്ട് പോകാം, നോക്കാം എന്ന് പറയും. ശ്രദ്ധിച്ച് നമുക്ക് പോകാമെന്ന്. ഇപ്പോൾ ഇവള് സാറ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അവളുടെ ബ്രദർ നെയ്തൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നീ വന്നോ? ഓ, ഈ ആർവി ഇപ്പോഴും ഇവിടെ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണോ എന്ന് നെയ്തൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറ പറയാണ്, അതാണ് അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട്. നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്താം എന്ന് വിചാരിച്ച് ഇങ്ങനെ കറങ്ങത്തില്ലേ, ഭയങ്കര ക്രൂരമാണ് അതെന്ന് പറയുന്നു. എന്നാൽ ഞാൻ ജോലിക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നെയ്തൻ പോകുന്നു. ഇവൾ വീട്ടിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പെട്ടെന്ന് വല്ലാത്തൊരു അസ്വസ്ഥത, അവളങ്ങ് വീടിനുള്ളിലേക്ക് കയറിപ്പോവും. ആർവിയിലുള്ളവർ ആകെ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. ഇതെന്തായിരിക്കും, ഇതെന്താ നമ്മളൊരു യൂ ടേൺ പോലെയാണോ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണോ? ശരിക്കും നീ ഒന്ന് പതുക്കെ പോയാലല്ലേ നമുക്ക് വഴി തെറ്റാതെ ഏതെങ്കിലും നമ്മൾ ഡീവിയേഷൻ എടുക്കേണ്ടതുണ്ടോ അതൊക്കെ അറിയണ്ടേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വീണ്ടും ആ വില്ലേജിലേക്ക് തന്നെയാണ് വന്നു കയറുന്നത്. ഷെടാ, ഇത് എന്തൊരു കഷ്ടം. അങ്ങനെ ഒരു വണ്ടി തിരിച്ചെടുത്ത് പോവാണ്. അങ്ങനെ പോകുമ്പോഴേക്കും എതിരെ ഒരു കാറ് വരുന്ന കാണുന്നുണ്ട്. നോക്ക് ചിലപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ ആ വണ്ടി നേരെ ഇവരെ ഇടിക്കാൻ വേണ്ടി വരുന്ന പോലെയാണ് വരുന്നത്. അങ്ങനെ വെട്ടിക്കുന്ന വഴിക്ക് ഇവരുടെ വണ്ടി സൈഡിലേക്ക് മറിയാണ്. ഒരു മരം ഇടിച്ചു കയറിയത് കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല ജിമ്മിന്. തബീത്ത ആണെങ്കിൽ ഒരനക്കവും ഇല്ലാതെ, ഒരു റെസ്പോൺസും ഇല്ലാതെ അവിടെ കിടക്കുകയാണ്. വിളിച്ചിട്ട് ഒട്ടും കേൾക്കുന്നില്ല. ജൂലിക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവൾ പറയുന്നുണ്ട്, ഈത്തൻ്റെ കാലിൽ ഒരു കമ്പി കുത്തി കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. ആർവി ഇനി അടുത്ത തവണ കറങ്ങി വരുമ്പോഴേക്കും അതിനെ പഞ്ചറാക്കാൻ വേണ്ടി ഒരു സ്പൈക്ക് സ്ട്രിപ്പ് റോഡിൽ വിരിച്ചിടുകയാണ് നമ്മുടെ ഷെരീഫും ഡെപ്യൂട്ടി കെനിയും കൂടി. ആ മറ്റേ ജിമ്മിൻ്റെ വണ്ടി ഇടിക്കാൻ വന്ന കാറുണ്ടല്ലോ, അത് ഒരു മരത്തിൽ ഇടിച്ചു നിന്നു. ആ കാറിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. അയാളുടെ തലയ്ക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്, ബ്ലഡ് ഒഴുകുന്നുണ്ട്. അയാളെ ഒരു വിധത്തിൽ നടന്ന് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റി ഒന്ന് സഹായിക്കണം എന്ന് പറയുന്നു. ഇത് കണ്ട് അടുത്ത കാറോ എന്ന് ഞെട്ടിയിട്ട് അയാളെ ഡെപ്യൂട്ടി കെനിയെ ഏൽപ്പിച്ചിട്ട് ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നാക്ക്, എന്നിട്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാൻ, ഞാൻ ആ വണ്ടി നോക്കട്ടെ എന്നും പറഞ്ഞ് ഷെരീഫ് സ്റ്റീവൻസൺ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. കാറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അതിൽ നിന്നും ഈ വന്ന ആളുടെ കൂട്ടുകാരൻ ആ വണ്ടിയുടെ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ അയാൾ സ്വബോധത്തിലല്ല കേട്ടോ, എന്തോ ഡ്രഗ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് വന്നേക്കും ഷെരീഫ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നും, നീ നല്ല സുന്ദരനാണല്ലോ എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ഹാൻഡ് കഫ് എടുത്ത് അയാളെ കാറുമായിട്ട് ഒന്ന് ബന്ധിച്ച് വെച്ചിട്ട്, ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞ് മറിഞ്ഞ ആർവിയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു ഷെരീഫ്. എന്നിട്ട് അതിനെ ഒന്ന് ചുറ്റി പരിശോധിച്ചിട്ട് അകത്തുള്ളവരോട് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായം വേണം എന്ന് ജിമ്മ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുന്ന ഷെരീഫ് തബീത്തയെ ചെക്ക് ചെയ്യാണ്. അവൾക്ക് അപ്പോൾ പൾസ് ഉണ്ട്, അവൾ ജീവനുണ്ട്, പൾസ് ഉണ്ട്, ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിമ്മിന് ശ്വാസം നേരെ വീഴുന്നു. എന്നിട്ട് അകത്തോട്ട് ചെന്ന് ജൂലിയോട് പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാം, അപ്പോൾ എൻ്റെ അനിയനുണ്ട്. നോക്കുമ്പോൾ അവൻ്റെ കാലിലും കമ്പി കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യും, മോള് പുറത്തേക്ക് വന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് ഓരോരുത്തരായിട്ട് പുറത്തിറക്കാം. ആദ്യം അവൾ സമ്മതിക്കുന്നില്ല, എന്നാലും പിന്നെ അയാൾ പറഞ്ഞനുസരിച്ച് അവളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരിടത്ത് ഇരുത്തുന്നുണ്ട്. പരിക്ക് പറ്റിയ ആളിനെ ക്ലിനിക്കിലേക്ക് എത്തിക്കുന്ന ഡെപ്യൂട്ടി കെനി ഡോക്ടർ ക്രിസ്റ്റി അയാളെ പരിശോധിക്കുന്നു. അയാളുടെ പേര് ടോബി എന്നാണ്. എന്നിട്ട് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ അവിടുത്തെ സ്റ്റാഫ് ജീനായെ ഏൽപ്പിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇവർ അവിടുത്തെ പ്രീസ്റ്റ് ഫാദർ കാത്രിയെയും കൂട്ടിയിട്ട് പിന്നെ ഷെരീഫിൻ്റെ മോൻ എല്ലിസിനെയും കൂട്ടിയിട്ട് ഈ സൈറ്റിലേക്ക് വരുവാണ്. അപകടം നടന്ന അവിടേക്ക് അവർ ഓടി വരുമ്പം കാറുമായിട്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ കാണുന്ന ജെയ്ഡ് എന്നാണ് ടോബിയുടെ ഫ്രണ്ടിൻ്റെ പേര്. അയാൾ നോക്കി, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾക്ക് വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കുമ്പോഴേക്കും ഈ സമയത്ത് ഡെപ്യൂട്ടി കെനി ഓടി താഴെ പോകുന്നുണ്ട്. എന്നിട്ട് ഷെരീഫിൻ്റെ അടുത്തേക്ക്, ഷെരീഫ് അപ്പം ഈ കുട്ടി ജൂലിയെ ആശ്വസിപ്പിക്കുകയാണ്, പേടിക്കേണ്ട കണ്ടോ, ഞങ്ങളുടെ ആൾക്കാർ സഹായത്തിന് എത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ട് ഡോക്ടർ ക്രിസ്റ്റിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഷെരീഫ് പറയുന്നു. അതനുസരിച്ച് ഡെപ്യൂട്ടി കെനി വന്ന് ക്രിസ്റ്റിയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതിന് മുന്നായിട്ട് എല്ലിസ് പറയുന്നുണ്ട്, ഇത് ന്യൂയോർക്കിൻ്റെ ആണല്ലോ ഈ വണ്ടി, നമ്മുടെ സാറേ നെയ്തനും അവിടെ നിന്നായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അല്ല, അവർ ബോസ്റ്റണിലായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ എല്ലിസും ഈ ആർവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
ക്ലിനിക്കിൽ IV ഫ്ലൂയിഡൊക്കെ ഇട്ട് കിടക്കുകയാണ് നമ്മുടെ ടോബിയെ കെയർ ചെയ്യാൻ വേണ്ടി അവിടെ ഉള്ളത് സാറയാണ്. അവൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അവന് കൊടുത്തിട്ട് പറയുകയാണ്, പേടിക്കണ്ട, വിഷമിക്കണ്ട, എല്ലാം ശരിയാകും, ഡോക്ടർ അത്യാവശ്യമായിട്ട് പുറത്ത് പോയേക്കാണ്, നീ റെസ്റ്റ് എടുത്തോന്ന്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും തബീത്തയെ വണ്ടിയുടെ പുറത്തിറക്കി ജൂലിയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി. അടുത്തത് ജിമ്മിനെ രക്ഷിക്കാനുള്ള പരിപാടിയാണ്. ഈ സമയത്ത് വണ്ടിയുടെ ഉള്ളിൽ കയറി കുട്ടിയെ എക്സാമിൻ ചെയ്ത ക്രിസ്റ്റി അവളോട് ഷരീഫ് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ അവൾ പറയണം, ആ കമ്പി കൊച്ചിൻ്റെ കാലിൽ നിന്ന് പുറത്തെടുക്കണം, അത് ഒരു മണിക്കൂർ മേലെ സമയമെടുക്കും, അപ്പോൾ നിനക്ക് വണ്ടിയിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അവൾ അത്ഭുതപ്പെട്ട് ഷെരീഫിനെ നോക്കുകയാണ്. എത്ര സമയം എടുക്കും? 1 മണിക്കൂർ. ഉടനെ ഡെപ്യൂട്ടി പറയുകയാണ്, ഇനി 40 മിനിറ്റ് മാത്രമേ ഉള്ളൂ സൂര്യൻ അസ്തമിക്കാൻ. അപ്പോൾ ഇവളിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പം ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ടാലിസ്മാൻ എടുത്ത് കാണിക്കുന്നു. നേരത്തെ മേഘൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയില്ലേ? എന്നിട്ട് പറയുകയാണ്, നമുക്കിത് വണ്ടിയിൽ വെച്ച് തന്നെ ചെയ്യാം എന്ന് പറയുന്നു. പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം സംശയിക്കും, എങ്കിലും ചെയ്യാം എന്ന് ക്രിസ്റ്റി ഉറപ്പ് കൊടുത്തിട്ട് അവൾ വണ്ടിയുടെ ഉള്ളിലേക്ക് പോകുന്നു. ഇപ്പോൾ അവർ ജിമ്മിനെയും പുറത്തിറക്കി. ഇപ്പോൾ ജിമ്മിൻ്റെ മടിയിൽ കിടക്കുകയാണ് ഈതൻ. അവൾ പറയാണ്, നിങ്ങളുടെ ഭാര്യയെ പുറത്തിറക്കിയിട്ടുണ്ട്, അവിടെ മോളുടെ അടുത്തുണ്ട്, പോയി ഒന്ന് സംസാരിച്ചിട്ട് വന്നു. അങ്ങനെ ജിം ഭാര്യയുടെയും മകളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ തബീത്ത പറയുകയാണ്, എനിക്ക് പേടിയാവുന്നു, ഈതൻ എന്തിയെ, ഇവർ നമ്മളിവിടുന്ന് പോകണം എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ അയാളേക്കും പോകാനോ, കൊച്ചവിടെ അകത്ത് കിടക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ഷെരീഫ് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, വല്ലാത്തൊരു സ്ഥലമാണ്, രാത്രി സമയത്ത് പുറത്ത് നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടേക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോകാം, അവിടെ ആയിരിക്കണം. അപ്പോൾ ഇവരൊട്ടും സമ്മതിക്കുന്നില്ല. പറയുകയാണ്, എനിക്കിനിയും ശവശരീരങ്ങൾ കുഴിച്ചിടാൻ വയ്യ എന്ന് ഷെരീഫ് പറയുകയാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ എന്ന്. അപ്പോഴേക്ക് ഇവർക്ക് എന്തോ ഒരു ഇത് മനസ്സിലാകും. അപ്പം ഷെരീഫ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. തബീത്ത പറയുകയാണ്, എനിക്ക് ആകെ പേടിയാവുന്നു, എനിക്ക് ഈ ആൾക്കാരെ ഒന്നും വിശ്വാസമല്ല, ഇവിടെ എന്തൊക്കെയോ വിയേർഡായിട്ട് തോന്നുന്നു, തോമസിനെ ഇങ്ങനെ കിട്ടിയിരുന്ന് നമുക്ക് അവനെയും കൊണ്ട് പോകാമായിരുന്നെന്ന്. പെട്ടെന്ന് ജിം പറയുകയാണ്, തോമസ് അല്ല, ഈതനാണ് വണ്ടിയിലുള്ളതെന്ന്. പെട്ടെന്ന് ഇവൾ കരയാണ്. എന്നിട്ട് ഞാൻ ഓർക്കാതെ പറഞ്ഞതാണ്, എനിക്ക് ഒന്നും അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. എന്നിട്ട് പിന്നെ അവളെ കൺവിൻസ് ചെയ്ത് ഇവരെ രണ്ടുപേരും, ജൂലിയെയും തബീത്തയും അവിടുന്ന് മാറ്റുന്നു. ക്ലിനിക്ക് കാണിക്കുകയാണ്. എന്തോ ഭാവവ്യത്യാസമുണ്ട് സാറയുടെ മുഖത്ത്. ഉണരുന്ന ടോബി ചോദിക്കുന്നു, ഞാൻ എവിടെയാണ്, നമ്മൾ സേഫാണോ എന്ന് ചോദിക്കുമ്പം എല്ലാവരും സേഫാണ്, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവന് ഒരു ഉമ്മ കൊടുത്തിട്ട്, ഇതൊന്നും നിൻ്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ടൂള്, സ്ക്രൂ ഡ്രൈവർ ആണെന്ന് തോന്നുന്നു, അടുത്ത് വെച്ച് അവൻ്റെ കഴുത്തിലേക്ക് കുത്തി ഇറക്കുകയാണ്. സ്പോട്ടിൽ തന്നെ അവൻ മരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവൾ താൻ എന്താണ് ചെയ്തതെന്ന് റിയലൈസ് ചെയ്തിട്ട് വല്ലാതെ ഭയപ്പെടുന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതിന് മകൻ എല്ലിസനോട് താങ്ക് യു പറയുകയാണ് ഷെരീഫ്. എന്നിട്ട് ഹാൻഡ് കഫിൻ്റെ കീ കൊടുത്തിട്ട് പറയുകയാണ്, പോകുന്ന വഴിക്ക് ആ ജെയ്ഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ അവനെ അങ്ങ് തുറന്ന് വിട്ടേക്ക്, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഈ ചെക്കൻ ചോദിക്കുന്നുണ്ട്, ആത്മഹത്യ പോരല്ലേ നീ ഈ രാത്രി ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളുടെ കൂടെ വാ എന്ന് നിർബന്ധിക്കുന്നു. അപ്പം സാരമില്ല, അത് ഞാൻ നോക്കിക്കോളാം, നീ ആ ഫാമിലിയെ പോയി രക്ഷിക്കുക എന്ന് പറഞ്ഞ് മകനെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഒരുപാട് ആലോചിച്ചിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് വരുന്നുണ്ട്. പ്രൊസീജിയർ തുടങ്ങാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുവാണ് ഡോക്ടർ ക്രിസ്റ്റി. ജിം അവരെ സഹായിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ടാലിസ്മാൻ വണ്ടിയിൽ തൂക്കിയിടുകയാണ് ഷെരീഫ്. എന്നിട്ടൊരു ബ്ലാങ്കറ്റ് വെച്ച് അതിൻ്റെ വിൻഡോ ഒക്കെ മറയ്ക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ജിം ചോദിക്കുന്നു. അപ്പോൾ പറയുകയാണ്, നമ്മൾ ഇതിനകത്ത് സുരക്ഷിതരാണ് എന്ന് ഞാൻ ഉറപ്പാക്കുകയാണ് എന്ന് ഷെരീഫ് പറയുന്നു. അതിൻ്റെ അർത്ഥം ജിമ്മിന് മനസ്സിലായില്ല. അയാളിങ്ങനെ വല്ലാതെ ക്രിസ്റ്റിയെ നോക്കുന്നു. ക്രിസ്റ്റിയും ഒരു നെർവസ് ആയിട്ടുള്ള മുഖമാണ്. ഈ സമയത്ത് കുഞ്ഞ് ഉണരുന്നു ഈതൻ. എന്നിട്ട് അവൻ കരയാണ്, എൻ്റെ കാല് വേദന എടുക്കുന്നു. പെട്ടെന്ന് അവന് സീഷ്യസ് ഉണ്ടാകുന്നു. അങ്ങനെ ഇവരതിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ജിമ്മിന് ഭയങ്കര വിഷമം. തബീത്തയും ജൂലിയയും കൊണ്ട് ടൗണിലേക്ക് പോകുമായിരുന്നല്ലോ കാറിൽ നമ്മുടെ ഡെപ്യൂട്ടിക്ക് ഇനിയും ഗ്യാങ്ങും. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ വണ്ടി പഞ്ചറാക്കാൻ വേണ്ടി വഴിയിലൊരു സ്പൈക്ക് സ്ട്രിപ്പ് വിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ വണ്ടിയിൽ കൊണ്ട് ഈ വണ്ടി പഞ്ചറായി. അങ്ങനെ അവരാകെ വിഷമിച്ചു. ഇനിയിപ്പം വേറെ വഴിയൊന്നുമില്ല, പെട്ടെന്ന് അതിൻ്റെ അടുത്താണ് കോളനി ഹൗസ്, അങ്ങോട്ടേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് തബീത്തയോട് പറയുകയാണ്, ഒരു കാര്യം പറയാം, നിങ്ങൾ എത്രയും സ്പീഡിന് ഓടി ആ കോളനി ഹൗസിലേക്ക് പോകണം. അതായത് എന്ത് സൗണ്ട് കേട്ടാലും എന്ത് സംസാരം കേട്ടാലും തിരിഞ്ഞ് നോക്കരുത്, നിൽക്കരുത്, ഓടിക്കോണം ഫാസ്റ്റായിട്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഓടുവാണ് കോളനി ഹൗസിൻ്റെ അടുത്തേക്ക്. ഈ സമയത്ത് വണ്ടിയിൽ ഈതൻ്റെ സീഷ്യസൊക്കെ ഒന്ന് സെറ്റിലായി. അപ്പോൾ ജിം ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ നേരത്തെ പറഞ്ഞത് RV സേഫ് ആക്കുകയാണെന്ന് പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. അപ്പോൾ നമ്മുടെ ഷെരീഫ് പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം എന്ന് പറയുമ്പോഴേക്കും പുറത്തുനിന്ന് വല്ലാത്ത പേടിപ്പെടുത്തുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. ഇവർ 3 പേരും ഭയത്തോടെ അത് ശ്രദ്ധിക്കുകയാണ്. പതിയെ കേർട്ടൻ മാറ്റി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുന്ന ഷെരീഫ് സ്റ്റീവൻസൺ. ഇദ്ദേഹം കാണുവാണ് കുറേ മനുഷ്യരൂപങ്ങൾ ഈ വണ്ടിയുടെ അടുത്തേക്ക് നടന്നെടുക്കുന്നത്.
അവർ വരുന്നു, നമ്മുടെ അടുത്തേക്ക് അവർ വരുന്നു എന്ന് ഭയത്തോടെ സ്റ്റീവൻസൺ പറയുന്നു. എവിടെയാണ് താനും കുടുംബവും വന്നു പെട്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ജിം.